ഹലോ എവരി വൺ. ഞാനിത് ഭയങ്കര എക്സൈറ്റഡാണ്. എന്താ അറിയോ, ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാം. ഞാൻ അദ്ദേഹത്തിന് ഭയങ്കര ഫാൻ ബോയ് ആയിരുന്നു. കഴിഞ്ഞ സീസണിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടി. കാരണം ഞാൻ അദ്ദേഹം ഭയങ്കര ഫാനാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ കാണാൻ പറ്റുമോ? അതിനെന്താ, കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരനും തിരക്കിലായിരുന്നു, ഞാനും തിരക്കിലായിരുന്നു. ഞങ്ങൾ ഫ്രീ ആയി. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവാം. അതാരാന്നറിയണ്ടേ? കണ്ടോ? ഇതിടുവോ 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 ദൈവമേ, ഇതിടണോ? വൈറ്റ് കൺഫ്യൂഷൻ ആയല്ലോ. ഏതിലിടാം? അപ്പോൾ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ എത്തി. പുള്ളിയോട് ഞാൻ 6 മണി, പുള്ളിനോട് 6 മണി എന്നാണ് പറഞ്ഞിരുന്നത്. ഞാനൊരു 5:55 ആയപ്പോൾ എത്തി. നമ്മൾ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും പിന്നെ നമ്മൾ ഇച്ചിരി ഡിസിപ്ലിനാണ് എങ്ങനെ. അപ്പോൾ അങ്ങനെ എത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു 6 മണിയാകുമ്പോൾ പുള്ളി ഒന്ന് വിളിക്കാം. 5 മിനിറ്റും കൂടെ ഉള്ളൂ, അപ്പോൾ വിളിക്കാം. ഇങ്ങനെ ഒന്ന് ഡയലോഗ് അടിക്കാൻ നല്ല സുഖമാണല്ലോ. അതായത് സമകാലിക അത് പോയി, എന്തൊക്കെയോ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. എടാ സായി, സീക്രട്ട് ഏജന്റ് സുഖമാണല്ലോ അവിടെ ഇങ്ങനെ ഇരുന്ന് AC ഒക്കെ ഇട്ട് ഫോൺ ചുമ്മാ വെച്ച് ഡയലോഗ് അടിക്കാൻ. കൊള്ളാം കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് നല്ല സുഖമുണ്ട്. സീക്രട്ട് ഏജന്റിൻ്റെ സ്റ്റൈൽ. കാറിനകത്ത് ഇരിക്കുക, റിവ്യൂ ചെയ്യുക. ഒരു സ്റ്റിയറിങ്ങും ഗിയർ ബോക്സും ഒരു സോഫയും കിട്ടിയാൽ മതി. സോഫയല്ല, സീറ്റ്. അതിന് ഒരു ബീൻ ബാഗ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പം ഇത് കൊള്ളാം കേട്ടോ. അതായത് ഇങ്ങനെയാണോ ഒരു സിനിമ എടുക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണോ സിനിമ എടുക്കുന്നത്? ഡയലോഗ് കൊള്ളാം. സായിയേ, നമ്മളും തുടങ്ങും. അപ്പം പുള്ളിയെ നമ്മളിപ്പോൾ വിളിക്കും. ഫോണിൽ വിളിച്ചിട്ട് കയറി ചെല്ലണം. 5 മിനിറ്റ് ആകാറായി. അയ്യോ, 5 മിനിറ്റ്. ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ എനിക്ക്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ. പാടുവതും രാഗം, നീ തേടുവതും രാഗമായി, ദേവനും അനുരാഗിയ അമ്പലപ്രാവേ. അപ്പം എന്തായാലും വിളിക്കാം. 5 മിനിറ്റ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞ കാര്യമില്ല, വിളിച്ചേക്കാല്ലയോ. അപ്പം വിളിച്ചിട്ട് ആളെ കാണിക്കാം. ഇതാണ് ദി ഫാൻ ബോയ് മൊമെൻ്റ് ആണ്. ഹായ് പറയൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ ബോയ് മൊമെൻറ്റ് ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ അഖിലേട്ടന് ടാറ്റ കൊടുത്തിട്ട് നമ്മളിവിടെ പോവാം ഫുഡ് കഴിക്കാൻ. ഇതും കൊള്ളാതാണോ? കൊള്ളാതാണോ അവൻ്റെ ഒരു സന്തോഷം. അഖിലേട്ടനെ കണ്ടു, സംസാരിച്ചു, മണിക്കൂറുകളോളം സംസാരിച്ചു. ഭയങ്കര കമ്പനി ആയിട്ടുള്ള മനുഷ്യൻ. എന്തും നമ്മൾ ആ ബിഗ് ബോസിൽ കണ്ട പോലെ തന്നെ എന്തും വെട്ടിത്തുറന്ന് പറയുന്നൊരു മനുഷ്യൻ. അങ്ങനെ വേണം പറയാൻ. ഞാൻ ഭയങ്കര ഫാനായിരുന്നു പുള്ളിയുടെ. അപ്പം നമുക്കൊന്നും നേരത്തെ എന്ന് വെച്ചാൽ പുള്ളിക്കാരൊന്നും നമുക്കങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, എത്രയോ ഫാൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം പുള്ളി തന്നെ ഇങ്ങോട്ട് കൺഗ്രാജുലേഷൻസ് ഒക്കെ അയച്ചപ്പോൾ ഞാൻ കിട്ടിയ അവസരം ഞാൻ മുതലെടുത്തു. ഞാൻ പറഞ്ഞു, അഖിലേട്ടാ കാണാമോ എന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ മോനെ കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയി കണ്ടതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഹാപ്പി. പുള്ളിക്കാരൻ അടിപൊളിയാണ്, നമുക്ക് എപ്പോഴും അറിയാമല്ലോ. ഇപ്പം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം നല്ലൊരു മൊമെൻറ്റ്, എനിക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പം ഫാൻ ബോയ് സൈനിങ് ഓഫ്.